പുതുവത്സരം അതെ പുതിയ തുടക്കം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ നൽകിയ മധുരമായ ഓർമ്മകളും അത് പഠിപ്പിച്ച പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കരുത്താർജിച്ച് പുതുവത്സരത്തെ നമുക്ക് വരവേൽക്കാം. പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ പാവം മാനവ ഹൃദയം എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആര് ചവിട്ടിത്താഴ്ത്തിലും അഴലിൻ പാതാളത്തിലൊളിക്കിലുമേതോ പൂർവസ്മരണയിൻ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം, പാവം മാനവഹൃദയം. ആര് ചവിട്ടിത്താഴ്ത്തിയാലും ദുഃഖത്തിൻ്റെ ഏതു പാതാളത്തിലൊളിച്ചാലും ഏതോ പൂർവസ്മരണയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആഹ്ലാദ തീരത്തെത്തുന്നതാണ് മനുഷ്യൻ്റെ ഹൃദയം. ആ കവിതയുടെ മറ്റു വരികൾ ഇങ്ങനെയാണ്: ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും, പാവം മാനവഹൃദയം. ഒരു താരകയിൽ, പുതുമഴയിൽ, പിഞ്ചുകുഞ്ഞിൻ്റെ പാൽപ്പുഞ്ചിരിയിലൊക്കെ ജീവിതാനന്ദത്തെ തിരിച്ചറിയാനും അതിൽ മുഴുകി ആനന്ദിക്കാനും മാനവഹൃദയത്തിനാകുന്നു. ഈ ഹർഷങ്ങളൊക്കെയും ക്ഷണികമാണെന്ന സത്യമാണ് ഹൃദയത്തെ പാവമെന്ന് വിശേഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതെ, ദുഃഖസങ്കുലമായ ജീവിതത്താൽ വലയം ചെയ്യപ്പെടുമ്പോഴും ആഹ്ലാദത്തിൻ്റെ കണികകൾ മാനവഹൃദയം പൂർവ്വസ്മൃതികളിൽ നിന്നും പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്നു. അതിജീവനത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ജൈവ സ്വഭാവം തന്നെയാണിത്. നമ്മുടെ നിലനിൽപ്പിനോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപരൻ്റെ നിലനിൽപ്പും. ശ്രീനാരായണ ഗുരു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അതുകൊണ്ട് ക്ഷണികമായ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താനും ആ സന്തോഷം മറ്റുള്ളവർക്ക് കൂടി പകരുവാനും ഈ പുതുവത്സരത്തിൽ നമുക്ക് കഴിയട്ടെ. നന്മയും കരുണയും സഹജീവികളോടുള്ള സ്നേഹവും കൈമുതലാക്കി കൂടുതൽ പച്ചയായ മനുഷ്യനായി നമുക്ക് ഈ പുതുവത്സരത്തിൽ മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നന്ദി.